എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓഡിയോസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്യാപ്ഷനിലൂടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ആ കമ്പോണൻസും ആ ആംപ്ലിഫയറിലുള്ള കമ്പോണൻസൊക്കെ ഉപയോഗിച്ച് കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മളത് റീവർക്ക് ചെയ്തു. ആ റീവർക്ക് ചെയ്ത ആംപ്ലിഫയറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, എന്ത് മനോഹരമായ രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തുക. അത് തന്നെയാണ് നിങ്ങൾ ഈ ഇൻറ്റീരിയർ പാർട്ടിലും കാണുന്നത്. നമ്മളെല്ലാ വയറിങ്ങും അതിൻ്റേതായ രീതിയിൽ ഒതുക്കി നല്ല രീതിയിൽ ഹീറ്റ് സ്ട്രിങ് ട്യൂബൊക്കെ ഉപയോഗിച്ച് ഒക്കെയാണ് നമ്മൾ വയറിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡ്, ആംപ്ലിഫയർ ബോർഡ് എന്ന് പറയുന്നത് സൈഡ് ചാനലൊക്കെ 2030 IC വെച്ചിട്ടുള്ള ഒരു ബോർഡായിരുന്നു. നമ്മളത് അപ്ഗ്രേഡ് ചെയ്ത് 2050 IC ഇട്ടിട്ട് അതിൻ്റെ വാട്ടേജ് സൈഡ് ചാനൽ കൂട്ടിയിട്ടുണ്ട്. സബ് വൂഫർ ആസ് ഇറ്റ് ഈസ് ആണ്. തോഷിബയുടെ 1943520 എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബോർഡാണ്. പിന്നെ നമ്മൾ കൂളിംഗ് ഫാൻ ചെയ്തിട്ടുണ്ട്, ഇന്നേറും ഔട്ടെയറും കൂളിംഗ് ഫാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കസ്റ്റമറുടെ റിക്വസ്റ്റ് ഇതൊരു അപ്ഗ്രേഡേഷൻ കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മളതിൽ HDMI കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. G-Tech എന്ന് പറഞ്ഞ കമ്പനിയുടെ HDMI കാർഡാണ്. 4 HDMIയും ഒരു ARCയും കൂടി കിട്ടുന്ന ബോർഡാണത്. അതിൻ്റെ അടിയിൽ നിങ്ങൾ കാണുന്നത് അതൊരു ഒപ്റ്റിക്കൽ ഡീകോഡർ കിറ്റാണ്. അത് സൺപ്ലസിൻ്റെ IC ഒക്കെ വെച്ചിട്ട് GTS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽ ഡീകോഡറാണ്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ HDMIയുടെ ഔട്ട് എടുത്തിട്ട് ഡീകോഡർ വഴി കയറിയിട്ടാണ് നമ്മൾ റിമോട്ട് കിറ്റ് വഴി അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട്. നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അവർ വേറൊരു ടെക്നീഷ്യൻ ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വിശ്വാസം കറക്റ്റാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറോണ സമയത്ത് യൂട്യൂബ് നോക്കി ആംപ്ലിഫയർ അസംബ്ലിങ് രംഗത്തേക്ക് വന്ന ആരെങ്കിലും ചെയ്തതായിരിക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇതിനെല്ലാം സ്പീക്കർ സോക്കറ്റൊക്കെ ബനാന സോക്കറ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ G-Techൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മളൊരു ബ്ലാക്ക് ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നത് 2 SMPS യൂണിറ്റാണ്. അത് ഒരെണ്ണം HDMIക്കും ഒപ്റ്റിക്കൽ ഡീകോഡറിനും വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ മോഡ്യൂൾസാണ്. പിന്നെ ട്രാൻസ്ഫോമർ നമുക്ക് മെയിനായിട്ടുള്ളത് ഇതിനാണ്, നമ്മുടെ പവർ ബോർഡിനും അതനുസരിച്ച് പിന്നെ റിമോട്ട് കിറ്റും അതെല്ലാം ബൂട്ടപ്പ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കൂ, വേറെ ഒരു G-Tech എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വലിയ ക്യാബിനറ്റിലേക്കാണ് നമ്മൾ ഇതെല്ലാം മാറ്റിയിരിക്കുന്നത്. പിന്നെ ഡയൽ ഇതെല്ലാം പുതിയ ചെയ്ത ഡയലാണ്. ഫ്രണ്ട് പാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്മോക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ സെലക്ഷനും ARCയുടെ ഇൻപുട്ട് അതെല്ലാം ഫ്രണ്ടിൽ സ്വിച്ചസ് ഉണ്ട്. പിന്നെ വരുന്നതെല്ലാം HDMI 1, 2, 3 അതിൻ്റെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ 2 വ്യൂ മീറ്റർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡും നമ്മൾ ഡയൽ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും ഡയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് വരുന്നത്. ഇതിൽ ആ സ്ക്രൂ ഡ്രൈവർ നമ്മൾ ഫാൻ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് വരെ അൺവാണ്ടഡ് ആയിട്ട് കുറച്ച് സൗണ്ട് നോയ്സ് ഉണ്ടാവും. അത് ഇല്ലാണ്ടിരിക്കാൻ ഫാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട്. ഇതിൻ്റെ വയറിങ് എല്ലാം ഹീറ്റ് സ്ട്രിങ് ട്യൂബ് വഴി ആംപ്ലിഫയറിൻ്റെ അടിയിൽ കൂടി വന്ന് അപ്പുറത്തേക്ക് വരുന്ന ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വയർസും empty ആയിട്ടുള്ള വയസ്സൊന്നുമില്ല, എല്ലാം നമ്മൾ ഹീറ്റ് സ്ട്രിങ് ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ്. പിന്നെ ട്രാൻസ്ഫോമർ അതേപോലെ നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് അതൊരു ഭംഗി കൂട്ടിയിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്, ഭംഗിയും. പിന്നെ അത് കളർ ചെയ്യുന്നത് നല്ലതാണ്. കുറച്ചും കൂടി എന്താ പറയുക, ഇത് കിട്ടും. വാർണിഷൊക്കെ അടിക്കുന്ന പോലെ തന്നെ പെയിൻ്റ് അടിച്ച് നിലനിർത്തി നമ്മളത് ചെയ്തു. പിന്നെ റിമോട്ട് കിറ്റ് നമ്മൾ അതനുസരിച്ച് എല്ലാത്തിനും നമ്മൾ സോക്കറ്റ്സ് ക്ലിപ്സ് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ആംപ്ലിഫയറിലും പവർ സോഴ്സിനും നമ്മൾ ക്ലിപ്പിങ് കൊടുത്തു. അതേപോലെ തന്നെ ഇൻപുട്ടിനും അതേപോലെ വയർ ക്ലിപ്പിങ്സ് എല്ലാം നമ്മൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ ചെയ്തതാണ്, സമയമെടുത്ത് നല്ല രീതിയിൽ ചെയ്തതാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആംപ്ലിഫയർ. നിങ്ങൾ നേരത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് ഇതിലാണത് നേരത്തെ ഒരു ഇത് ചെയ്തിരിക്കുന്നതെന്ന്.
ഓക്കെ, ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് വരുന്നത്. ആംപ്ലിഫയറിൻ്റെ ബാക്കിൽ നമ്മൾ ചെയ്ത ഡയൽ. ഇത് ഓൺ ഓഫ് പവർ സ്വിച്ച് ഉണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ നമ്മുടെ UPSൻ്റെ പവർ സോഴ്സും അതിൽ തന്നെ ഫ്യൂസും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ FL, FR, SLSR, സെൻറ്റർ, സബിനെല്ലാം ബനാന സോക്കറ്റ്സാണ് നൽകിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെയുള്ളൊരു കൂളിംഗ് ഫാനുണ്ട്. കൂളിംഗ് ഫാൻ. പിന്നെ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് OX 1, OX 2, OX 3. റിമോട്ട് കിറ്റിൽ നിന്നുള്ളത് ഓക്സ് സോഴ്സാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ HDMI കാർഡിൻ്റെ HDMI 1, 2, 3, 4 ഇൻപുട്ട്സും അതേപോലെ തന്നെ ഒരു ഔട്ട് ARCയും. പിന്നെ നമ്മൾ അതിൻ്റെ അടിയിൽ തന്നെ ഒപ്റ്റിക്കൽ കാർഡിൻ്റെ ആ ഇൻപുട്ട് സോഴ്സും അതേപോലെ ഒപ്റ്റിക്കൽ ഇൻപുട്ട് കോയാക്സിൽ ഓക്സ് അതിൻ്റെ ഇൻപുട്ട് സോഴ്സുകളും സെലക്ഷൻ സ്വിച്ചസുമാണ് അത് നിങ്ങൾ കാണുന്നത്. ഇതാണ് നമ്മൾ ചെയ്ത ബാക്ക് ഡയൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് ബാക്ക് സൈഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട്. HDMI കാർഡും അതിൻ്റെ അടിയിൽ, പിന്നെ റിമോട്ട് കിറ്റ്, ട്രാൻസ്ഫോമർ, പിന്നെ അതിൻ്റെ ആംപ്ലിഫയർ സെക്ഷനാണ്. ഇതിൻ്റെ ഫ്രണ്ട് സെക്ഷൻ നമ്മൾ 2 വിയോമീറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വോളിയം കൺട്രോൾ ലൈറ്റ്സാണ് കാണുന്നത്, മുകളിൽ യെല്ലോ കളർ കാണുന്നത്. പിന്നെ ഇത് നമുക്ക് പറയുന്നത് HDMIയുടെ മറ്റേ ഇൻപുട്ട് സോഴ്സ് ലൈറ്റ്സാണ്. പിന്നെ ഇതിൻ്റെ റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേ. അതിൻ്റെ അടിയിൽ നിന്ന് നിങ്ങൾ കാണുന്നത് മറ്റേ USB പാനൽ ബോർഡാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട്. വളരെ സിമ്പിളാണ്. ഇതിനകത്ത് വലിയ അങ്ങനെ കാര്യമായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല. ഇതിലാകെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ HDMIയും ഒപ്റ്റിക്കലും ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പഴയ ആംപ്ലിഫയറിൽ നിന്ന് എടുത്തതാണ്. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തണം. നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം ഏതാണ് അതിൻ്റെ ഭംഗിയായ രീതിയിലുള്ള വയറിങ്ങും അസംബ്ലിങ്ങും എന്നുള്ളത്. കാരണം ഒരു ടെക്നീഷ്യൻ ചെയ്യുമ്പോൾ ഈ ഒരു പെർഫെക്ഷനിൽ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ആ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തത്. അതിൽ നിങ്ങൾ കാണുന്ന വയറിങ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നത് ഭയങ്കര വൾഗറായിരുന്നു. ഏത് വയർ എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു പിടിയുമില്ല. അത് രീതിയിലായിരുന്നു ആ അസംബ്ലിങ് എല്ലാം വന്നിരുന്നത്. ഇനി ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറുള്ള വിശേഷങ്ങൾ. പിന്നെ വേറെ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഇതൊരു റീവർക്കാണ്. നേരത്തെ അസംബിൾ ചെയ്ത് ടെക്നീഷ്യൻ ഇഷ്ടപ്പെടാതെ കസ്റ്റമർ വന്ന് അത് റീവർക്ക് ചെയ്യാൻ തന്നു. അതിനോടൊപ്പം തന്നെ HDMI ഒപ്റ്റിക്കൽ കാർഡ് ആഡ് ചെയ്യാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അതിൽ വേറെ ഒന്നും എടുത്ത് പറയാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വാട്ടേജ് എന്ന് പറഞ്ഞാൽ സബ് വൂഫർ തോഷിബയുടെ 4 ട്രാൻസിസ്റ്റർ വെച്ചിട്ട് 200 വാട്ട് RMS സബ് വൂഫറിന് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IC അതേപോലെ തന്നെ 2030 ആയിരുന്നു, അത് മാറ്റിയിട്ട് 2050 ആക്കി. അപ്പോൾ ഒരു 30-35 വാട്ട് വെച്ചിട്ട് ഈച്ച് ചാനൽ കിട്ടും. 30 വെച്ച് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും ഇതിൻ്റെ വിശേഷങ്ങൾ. ബാക്കി നമുക്ക് HDMI ഒപ്റ്റിക്കൽ അതൊക്കെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാം അത് തന്നെ വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ വർക്കിംഗ് വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ വർക്കിങ്ങും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ.